കണ്ണ് നനയിക്കുന്നുമുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അവരവർക്ക് തീരുമാനിക്കാം. ഹാഷർ കുറച്ച് തന്നു പോകണല്ലോ, പക്ഷെ ഹാഷറിന്റെ ഫാൻസ് പൊളിയായിരുന്നു. ഹാഷറിന്റെ ഫാൻസ് പൊളിക്കും. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു കുറച്ച് ബോറായിരിക്കും എന്ന്. അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. പടം നല്ലതാണ്, ഞാൻ നല്ല രീതിക്ക് എൻജോയ്. വാഴ ഒരു ആർക്കും വേണ്ടാത്തൊരു സാധനമല്ല എന്ന് നമുക്ക് എല്ലാം. അടിപൊളി സിനിമ, 100 ദിവസം ഓടും. സൂപ്പർ അടിപൊളി സിനിമ ബ്രോ, സൂപ്പർ സിനിമ. അടിപൊളി സിനിമ, 100 ദിവസം ഓടും. അടിപൊളി സിനിമ, അടിപൊളി ആവേശം പോലെ വരും. സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടിപൊളി സിനിമ, മസ്റ്റ് വാച്ച്. അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. പൊളിച്ചടിക്കുക എല്ലാവരും. ഇൻസ്റ്റാഗ്രാം ടീംസ് രസമുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. നല്ല പടമായിരുന്നു. ഭയങ്കര കണക്ഷൻ കിട്ടും, ഒന്നും പറയാനില്ല. അടുത്ത് എൻ്റെ ഒരു പീക്കിൽ കണ്ടിരിക്കാം. കിടിലം പടം. കൊള്ളാം, നല്ല മൂവിയായിരുന്നു. എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ട്. കൊള്ളാം, കോമഡി. അതെ, നൈസ് പടം, നല്ല രസമുണ്ട്, നല്ല ചിരിക്കാനുണ്ട്. പടം അടിപൊളിയാട്ടാ. അടിപൊളി. അതെ ഹാഷിറിന്റെ ഒക്കെ അഭിനയല്ലേ, സൂപ്പർ സാധനം. ഫസ്റ്റ് വാച്ച് പടം എന്തായാലും എല്ലാവരും കണ്ടോ. അതിൽ പറഞ്ഞ പോലെ ബയോപിക്കോ എല്ലാവരും കണ്ടോളൂ. സെക്കൻഡ് പാർട്ടിന് മസ്റ്റ് വെയിറ്റിംഗ് ആണ് ഞങ്ങള്. സാധനം സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചല്ല മൂവിക്ക് വന്നത്, പക്ഷെ നമുക്ക് നന്നായിട്ട് നല്ലൊരു പടമാണ്. നല്ലൊരു ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫും നന്നായിരുന്നു, സെക്കൻഡ് ഹാഫും നന്നായിരുന്നു. അതെ, യൂത്തിലുള്ള പിള്ളേർ നന്നായിട്ട് മസ്റ്റ് വാച്ച് മൂവിയാണ്. നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. അടിപൊളി പടം. ആശറിൻ്റെ ഷോട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഫാൻസാണ്. സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുക. ലാസ്റ്റ് വായ 2 പോസ്റ്റർ കണ്ടിക്കുക. അപ്പോൾ സെക്കൻഡ് പാർട്ട് പഠിക്കുക. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണലായിട്ട് പോയി. അടിപൊളി പടം, കണ്ടിരിക്കുക. യൂത്തിന് വേണ്ടിയുള്ളൊരു പടമാണ്. യൂത്തിൻ്റെ എല്ലാ ഫീലിങ്സും ഉൾക്കൊള്ളുന്ന ഒരു പടം. രക്ഷകർത്താക്കൾ, കുട്ടികളുമായിട്ടുള്ള ബന്ധം, ഇപ്പോഴത്തെ ബന്ധം എങ്ങനെയാണ്, അതെങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടം, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടം, എനിക്ക് എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കാൻ പറ്റിയ ഒരു പടം. അങ്ങനെ എല്ലാവർക്കും രസിക്കാനും സന്തോഷിക്കാനും ഒക്കെ എന്നാൽ കണ്ണ് നനയിക്കുന്നുമുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകൻ്റെയും അത് തന്നെ ആയിരിക്കും വികാരം. ആ തിയേറ്ററിലൊരു ആവേശം, ഒരു ഉത്സവമാണ്. ഈ വിശേഷം യൂത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് ഈ സിനിമ. അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കും. മെസ്സേജ് അടിച്ചേൽപ്പിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ ഇടയിൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ വായിച്ചെടുക്കാം. അല്ല ഇന്ന രീതിയിലെന്ന് പറഞ്ഞ് ഒരു ഉപദേശമൊന്നും നൽകുന്ന പടമൊന്നുമല്ല, അങ്ങനെ സന്ദേശമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ സീനും നമുക്ക് അത് എങ്ങനെ വായിച്ചെടുക്കണം എന്നുള്ളത് അവരവർക്ക് തീരുമാനിക്കാം. യൂത്തിനൊക്കെ കുറെ കൂടെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു പടമാണ്. ഭയങ്കര ഇമോഷണലായിട്ട് കണക്റ്റ് ആവും. അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. പടം നല്ലതാണ്, ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. നല്ല ഇമോഷണലി കണക്റ്റ് ആവുന്ന പടമാണ്. നല്ലപോലെ കണക്റ്റ് ആവും. പ്രത്യേകിച്ച് നമ്മുടെ ഏജിലുള്ള ബോയ്സിനൊക്കെ നല്ലപോലെ കണക്റ്റ് ആവുന്നുണ്ട്. നല്ല പടം. നല്ല സിനിമയായിരുന്നു. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. പയ്യന്മാർക്ക്, പേരൻസിനെല്ലാം ഇഷ്ടപ്പെടുന്ന പടം. നല്ല സിനിമയാണ്. നല്ല ഫിലിമാണ്. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. നല്ല സിനിമയാണ്. കൊള്ളാം, എല്ലാവരും പോയി കാണാം. നല്ല പടം. നല്ല പടമാണ്. പടത്തിനെ കുറിച്ച് സൂപ്പർ, എല്ലാവരും കൊള്ളാം. ഹാഷർ സീനായിരുന്നു. വേറെ ആദ്യം വിചാരിച്ചു ബോറായിരിക്കുന്നു, പിന്നെ അടിപൊളിയായിരുന്നു. കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല സിനിമയായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു കുറച്ച് ബോറായിരിക്കും എന്ന്, പക്ഷെ പിന്നെ നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ദുഃഖമൊക്കെ കാണിച്ചു, ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷൻസ്. ഒരു നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു സിനിമയിൽ. പിന്നെ ഇഷ്ടപ്പെട്ടു. നല്ല മെസ്സേജുള്ള പടമാണ്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികൾ പറ്റിയ ഒരു പടമാണ്. പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ വിടണം എന്നുള്ളത്, അവരെ ഫോഴ്സ് ചെയ്യരുത്, അങ്ങനെയൊക്കെ നല്ല മെസ്സേജ് തരുന്ന പടമാണ്. കൊള്ളായിരുന്നു. ഹാഷിൻ്റെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇതാണ്. മോസ്റ്റ്ലി നമുക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വരും. ആദ്യം ഫസ്റ്റ് ഹാഫ് അത്ര ഇതല്ലായിരുന്നു തോന്നി, ബട്ട് സൂപ്പർ. നല്ല ഫിലിം, നല്ല കോമഡി ആയിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ നല്ല ഫിലിമായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ പൊളിയായിരുന്നു. നല്ലൊരു പടമാണിത്. ഒരു യൂത്തിന് ഉള്ളിയാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത്. ഇതിൽ നമ്മളെ സുഹൃത്തുക്കളാണ് കംപ്ലീറ്റ്ലി അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കും വളരെ പേഴ്സണലി വേണ്ടപ്പെട്ടൊരു സിനിമയാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റ് ഹാഫ് ഒരുപാട് ചിരിക്കാനുണ്ട്, ചിന്തിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്ന വാഴ ഒരു ആർക്കും വേണ്ടാത്തൊരു സാധനമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പടമാണ്. നല്ല പടമാണ്. പടം കൊള്ളാം, നൈസായിട്ടുണ്ട്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും. പിന്നെ വന്ന് പ്രൊമോട്ട് ചെയ്യണം. അടിപൊളി പടമാണ്. നിങ്ങൾക്ക് ഒരിക്കലും വീണ്ടും റിപ്പീറ്റ് വാച്ച് കണക്ക് തോന്നും. നല്ല പടം, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാണാൻ പറ്റിയ പടം. വാഴ വെച്ചാൽ മതി, അതേ കണക്ക് തോന്നും. നമ്മൾ വാഴയ്ക്ക് കുറേ യൂസസ് ഉണ്ട്. നമ്മളെപ്പോഴും
കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ എല്ലാവരും വിചാരിക്കും കോമഡി പടമാണെന്ന്, പക്ഷേ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ഇമോഷൻസും ഉണ്ട്. അടിപൊളി പടം, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും കയറി കാണണം. ഇപ്പോൾ ബോയ്സിനൊക്കെ ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് ഹാഷിറിൻ്റെ ഒക്കെ ആയിരിക്കും മിക്കവാറും. പൊളിക്ക് ഹാഷിർ പൊളിയായിരുന്നു. ഹാഷിർ ഒരു സീന് സെറ്റ് ഇല്ല. അതെ, ഹാഷിർ കുറച്ച് തന്നു പോകണല്ലോ, പക്ഷേ ഹാഷിറിൻ്റെ ഫാൻസ് പൊളിയായിരുന്നു. ഹാഷിറിൻ്റെ ഫാൻസ് പൊളിക്കും. അടിപൊളി പടം. ട്രെയിലർ കാണിക്കുന്ന ബോയ്സിൻ്റെ ആ കഥയാണ് ഫുള്ളായിട്ട് വരുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ആയാലും ലാസ്റ്റ് ഇമോഷൻ ആക്കും. അടിപൊളി പടം, ഫുള്ളി അടിപൊളി. ആഷിറിന് അടിപൊളി അഭിനയം, ആളെ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന അതേ ഒരു പ്രസൻസ് ആണ്. നല്ല രസമുണ്ടായിരുന്നു. ജോമോൻ ജോദർ, ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാം തന്നെ നല്ല അഭിനയമായിരുന്നു. അവരുടെ ഇമോഷണൽ ട്രാക്കും ഫൺ ട്രാക്കും എല്ലാം തന്നെ നല്ലതായിരുന്നു. രസമായിരുന്നു, നല്ല പടമായിരിക്കും. ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എല്ലാം ഉണ്ട്, ഇമോഷനും ഉണ്ട്, ഇതും ഉണ്ട്, കോമഡിയും ഉണ്ട്, ഇമോഷനും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ബോയ്സിന് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. എല്ലാം നമ്മുടെ യൂത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു പടമാണ്.